അഗ്നിമീളെ പുരോഹിതം എന്നാരംഭിക്കുന്നത് ഋഗ്വേദമാണ്. അഗ്നിമീളെ പുരോഹിതം എന്നാരംഭിക്കുന്നത് ഋഗ്വേദം. പ്രസിദ്ധമായ ഗായത്രി മന്ത്രവും ഋഗ്വേദത്തിലാണ്. ഓം തത് സവിതുർവരേണ്യം എന്നുള്ളത് ഗായത്രി മന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഋഗ്വേദത്തിൽ ആകെ 1028 സ്തോത്രങ്ങളുണ്ട്. 10 മണ്ഡലങ്ങൾ ചേർന്നതാണിത്. ചാതുർവർണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 10ാം മണ്ഡലത്തിൻ്റെ പുരുഷ സൂക്തത്തിലാണ്. അപ്പോൾ ഋഗ്വേദത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. എത്ര സ്തോത്രങ്ങളുണ്ട്, ആദ്യത്തെ വേദം ഏതാണ് എന്നൊക്കെ, ഏറ്റവും പഴയ വേദം ഏതാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ദെൻ ഇന്തോ യൂറോപ്യൻ ഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യ കൃതിയാണ് ഋഗ്വേദം. ഇംഗ്ലീഷിലേക്ക് ഋഗ്വേദം പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളറാണ്. വള്ളത്തോൾ മലയാളത്തിലേക്ക് ഋഗ്വേദം പരിഭാഷപ്പെടുത്തി. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സാമവേദമാണ്. യജുർവേദം ആര്യന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളെ വ്യക്തമാക്കുന്നു. ആര്യന്മാരുടേതല്ലാത്ത വേദമായി കരുതപ്പെടുന്നത് അഥർവവേദമാണ്. ആയുർവേദം അഥർവവേദത്തിൻ്റെ ഉപവേദമാണ്.